നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എല്ലാ കപ്പലുകളിലും നങ്കൂരമുള്ളതുപോലെ ബന്ധങ്ങളിലും അവ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അന്നവൻ അച്ഛനോട് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവന് അസുഖം വന്നു. ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവൻ അച്ഛനെയും വീട്ടുകാരെയും ഓർത്തു. തന്നെ അവർ എത്ര കരുതലോടെയാണ് ശുശ്രൂഷിച്ചിരുന്നതെന്ന് അവൻ ഓർത്തു. വീട്ടിൽ താൻ കുറെ കൂടി സുരക്ഷിതനായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അവൻ വീട്ടിലേക്ക് തിരിച്ചു. രാത്രി ഏറെ വൈകിയാണ് അവൻ എത്തിയത്. അപ്പോഴും വീടിൻ്റെ വാതിൽ തുറന്നിട്ട് അച്ഛൻ വരാന്തയിൽ കിടക്കുന്നുണ്ട്. അവൻ നിറകണ്ണുകളോടെ ചോദിച്ചു, എന്തിനാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? ഇന്ന് ഞാൻ വരുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ പോയതിന് ശേഷം ഈ വാതിൽ ഞാൻ അടച്ചിട്ടേയില്ല. എന്നെങ്കിലും മടങ്ങി വന്നാൽ അടഞ്ഞ വാതിൽ കണ്ട് നീ തിരിച്ചു പോകുമല്ലോ എന്ന് കരുതി. പല കാരണങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ രൂപപ്പെടും. ചിലർ ഇടയ്ക്ക് വന്ന് കണ്ടു മടങ്ങും. ചിലർ സ്ഥലത്തിൻ്റെയോ സമയത്തിൻ്റെയോ പരിമിതിക്കുള്ളിൽ ഒപ്പം നിൽക്കും. ചിലർ ഹൃദയങ്ങളിൽ ചേക്കേറും. ഏത് അകലത്തിലും അതർഹിക്കുന്ന ദൂരപരിധിയും സമയപരിധിയുമുണ്ട്. അതിനപ്പുറത്തേക്ക് അത് നീളാൻ പാടില്ല. എല്ലാ കപ്പലുകളിലും നങ്കൂരമുള്ളതുപോലെ എല്ലാ പ്രിയപ്പെട്ട ബന്ധങ്ങളിലും നങ്കൂരമുള്ളത് നല്ലതാണ്. കപ്പൽ എവിടെ പോയാലും അവസാനം തുറമുഖത്തെത്തി നിലയുറപ്പിക്കും. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലും. എത്ര ആവലാതിയോടെ ഇറങ്ങിയാലും ആനന്ദത്തിന് വേണ്ടിയായാലും കയ്യിലൊരു നങ്കൂരമുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ശുഭദിനം.